ഓക്കെ, നെക്സ്റ്റ് വീക്കിൽ ഗോൾഡിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഒരു ഇൻസൈറ്റ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ കറണ്ട് പ്രൈസ് നമുക്ക് കാണാം. കറണ്ട് പ്രൈസ് 33.36 ഈ ഒരു ലെവലിലാണ് മാർക്കറ്റ് ഫ്രൈഡേ ക്ലോസ് ആയിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന മൂവ്മെൻറ്റ്സ്, മാർക്കറ്റ് ഒന്നുകിൽ ഒരു ഡിമാൻഡ് സോൺ എന്ന് പറയുന്നത് 32.96നും 32.80നും ഇടയിലാണ്. ഈ ഒരു റേഞ്ചിലേക്ക് വന്നതിന് ശേഷം മാർക്കറ്റ് 434.20 ആ റേഞ്ച് വരെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഒരു സെല്ലിംഗ് ഏരിയ, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് 34.27 വരുന്നുണ്ട്. അവിടെ നല്ലൊരു ഡ്രോപ്പ് എക്സ്പെക്റ്റ് ചെയ്യാം. പക്ഷെ ഇവിടെ കുറച്ച് സ്ട്രക്ചറുകൾ ഫോം ചെയ്യേണ്ടത്, കൺഫർമേഷൻ വരേണ്ടതുണ്ട്. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് ഈ ഒരു 34,400 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു രീതിയിൽ താഴേക്ക് വരുന്നതാണ്. ഓക്കെ, ഇതാണ് ഒരു വ്യൂ എന്ന് പറയുന്നത്, ഒരു ഇൻസൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇൻ കേസ് മാർക്കറ്റ് ഇവിടുന്ന് 34.36 നിന്ന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടുന്ന് ഡയറക്റ്റ് ഈ ഒരു 34.20 34.31 ഈ റേഞ്ചിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ലൊരു സെല്ലിംഗ് സോണാണ്. എവിടെ വരെ? 3300 വരെ. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിൽ കാണാം. ഒന്നുകിൽ മാർക്കറ്റ് ഈ രീതിയിൽ പോയിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് താഴേക്ക് വരുന്നത് കാണാം, അല്ലെങ്കിൽ മാർക്കറ്റ് താഴേക്ക് പോയതിനു ശേഷം ഇവിടുന്ന് മുകളിലേക്ക് പോകാം. ഓക്കെ, അല്ലെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യാം, ഇവിടുന്ന് താഴേക്ക് പോയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിമാൻഡ് സോൺ ആയിട്ടുള്ള 32.24 നിന്ന് അപ്പിലേക്ക് പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരു ബൈയിങ് ഏരിയ എന്ന് പറയുന്നത് 32.96, പിന്നെ 32.24 ഒരു ബൈയിങ് ഏരിയ. സെല്ലിംഗ് ഏരിയ എന്ന് പറയുന്നത് 34.20. ഓക്കെ, അതുപോലെ 34.31. ഓക്കെ, വീക്കിലി ഇൻസൈറ്റ് ആണ്, ഒരാഴ്ച കൊണ്ടുള്ള മൂവ്മെൻ്റ് ആണ്, 4 അവർ ചാർട്ടിലുള്ള ഇൻസൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഫ്രൈഡേക്ക് ശേഷം നമുക്ക് ഇതിൻ്റെ അപ്ഡേറ്റ് കാണാം.